അമ്മേനെ കണ്ടിട്ട് കൊറേ നാളായി കൊറേ ആൾക്കാര് പറയാറുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മേ? അടിപൊളി. ചായയാണോ കാപ്പിയാണോ ഉണ്ടാക്കുന്നത്? ചായ. ഓക്കെ. അപ്പൊ അങ്ങനെ പള്ളിയിലേക്ക് പോവാനായിട്ട് പോവാണ്. സമയം 4:45 ആവുമ്പോ ഉണ്ടോ വീട്. കൊച്ചുറങ്ങണ്. കൊച്ചിനെ എടുക്കാൻ പോയേക്കാം. എന്താ നോക്കി നിക്കണേ? പോയണ്ട് സ്റ്റീവിനെ എടുക്കാൻ ഇറങ്ങി പോന്നാണ്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാനുള്ള പരിപാടി. ഓപ്പണാണ്. കൈ എങ്ങനെ അടിയിൽ വെക്കരുത്. ഡോർ അടഞ്ഞു പോയി കൈ അടയിൽ പോവും. ഹാൻഡിൽ പിടിക്കാണ്ട് ഡോർ തുറക്കരുതിട്ടോ. അമ്മ അവിടെ വണ്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായതോ. ഗ്രേസ് ഉണ്ടാക്കി തന്നോ. ഗ്രേസ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കാർഡ് ഉണ്ടാക്കി തരാറുണ്ട്. ഇത് ഒരെണ്ണം അപ്പ, ഒരെണ്ണം ഗ്രേസ്. അല്ല ഗ്രേസ്, ഐ ലവ് യു ഡാഡ്. കൊള്ളാം. അപ്പൊ ഞങ്ങളിത് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂക്കടഞ്ഞ പോലെ ചേട്ടന്റെ. കുളിച്ചിട്ടാ. കുടിച്ചാലേ മൂക്കടയും. അപ്പയുടെ കൂടെ കണ്ടോ അമ്മയുടെ കൂടെ കണ്ടോ? കിടക്ക ട്രീയുടെ അങ്ങനെ കുർബാന കഴിഞ്ഞ് ഞാൻ ദേ ഫസ്റ്റ് വണ്ടി കയറി. ഗ്രേസും ഇടും കൂടി ദേ വന്നുള്ളൂ. ഇപ്പൊ നമ്മള് പോവാണ്. സ്റ്റീവ് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്ക. സ്റ്റീവ് എത്ര നേരം ഉറങ്ങായിരുന്നു. കഴിയാറായപ്പോ അവൻ എണീറ്റ്. എണീറ്റോണ്ടല്ലോ അവനോട് ഇങ്ങനെ ഇരിക്കണേ. കുർബാന കഴിയാറായപ്പോ അവൻ എണീറ്റ്. ലാസ്റ്റ് കുർബാനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ് കിടന്ന് കുറച്ചു നേരം ഇങ്ങോട്ട് പോവും, കുറച്ചു നേരം അങ്ങോട്ട് പോവും. ഇത് എന്റെ പരിപാടി. ഇപ്പൊ നിന്റെ തൂക്കൊക്കെ പോയാ? ഇപ്പൊ നിന്റെ ഉറക്കൊക്കെ പോയാ? തട്ടിച്ചതാ. ഉറങ്ങ് ഗ്രേസ്, ഉറങ്ങന്ന് പറഞ്ഞു. ഗ്രേസ് വരുന്ന ഉറങ്ങി. അപ്പൊ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട്, അമ്മേടെ അടുത്ത് ആരുമില്ല. അപ്പൊ അമ്മേടെ അടുത്തൊന്ന് പോയിട്ട് അവിടെ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയിട്ട് വീടിന്റെ വീട്ടിലേക്ക് പോകണം. പള്ളിയില് വീട്ടിലേക്ക് പോവായിരുന്നു അങ്ങനെ പറഞ്ഞു. ഈ പള്ളിയിൽ നിങ്ങൾ പോയേ? പെരുന്നാളിന്റെ ഒരുക്കങ്ങളാണ്. അപ്പം വീഡിയോടെ ഈ കടയിൽ കയറിയേക്കണ എന്തോ സാധനങ്ങളൊക്കെ മേടിക്കണെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റീവും ഗ്രേസും ഞാനും എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന് അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊന്തയുടെ കവറാണ്. കഴിഞ്ഞിട്ടില്ലല്ലേ? അവിടെ 5:15 5:30 കണ്ട. കാണാൻ പറ്റില്ല വേവേനെ. ഇവിടേക്കല്ലേ ചെടികളുണ്ട് കൊറേ. നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആന്റി ചാണ്ടോട്
വന്നപ്പോഴേക്കും തീറ്റ പിടിക്കും. അമ്മേനെ കണ്ടിട്ട് കുറെ നാളായി കുറെ ആൾക്കാർ പറയാറുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം അമ്മേ? ദേ അവള് കവറിൽ കൊടുക്കുന്നുണ്ടായല്ലോ. പറ എന്തൊക്കെയുണ്ട് വിശേഷം പറയ്. സുഖം. അത് മരുമോളെ എല്ലാവരും ഇഷ്ടം. മരുമോളെ എവിടെ? വേറെ മരുമോൾ വീട്ടിൽ പോയി മനു വരച്ച പട്ടിക്കുട്ടൻ. സൂപ്പർ. അടിയിൽ സൈൻ ചെയ്തേക്കുന്നതാരാ? അടിപൊളി. കാണട്ടെ, അടിപൊളി പെയിന്റ് ചെയ്ത് സൂപ്പർ. മറക്കടാ, അടിപൊളി. ഇതൊക്കെ വലിയ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഫ്രെയിം പോലുള്ള അതിൽ വരച്ചിട്ട് ഇവിടെ എവിടെയൊക്കെ വെക്കണം. ഇതിപ്പോ ഈ പേപ്പറിൽ വരയ്ക്കുന്ന 2 ദിവസം കഴിയുമ്പോൾ ഇത് പോവും, ഈ ബുക്ക് തന്നെ പോവും. ആ ജസ്റ്റ് ചേട്ടനോ? അപ്പൊ ക്യാൻവാസിൽ വരച്ചിട്ട് എന്ത് ഫ്രെയിം ചെയ്യില്ലേ? പിന്നെ കുരിശോ? അല്ല, കറണ്ട് കമ്പി. ഓ, ഞാൻ വിചാരിച്ചു 3 കുരിശ്. പിന്നെ പ്രതിക്ക് വേറെ കുരിശുകളുണ്ടേ. അടിപൊളിയാണ്. പക്ഷെ ഇത് എനിക്ക് ഇതായിട്ട് തോന്നണ്, ഇത് മിസ്സായി പോവും. നല്ല ഭംഗിയുണ്ടമ്മ. എങ്ങനെയാണ് നമ്മുടെ മാനുക്കുട്ടന്റെ ഡ്രോയിങ് എന്ന് എല്ലാവരും കമന്റ് ചെയ്തോളൂ. പക്ഷെ വേറെ എന്തൊക്കെയോ ഫോട്ടോകൾ ഉണ്ടായിരുന്നു, വാട്സപ്പിലൊക്കെ അയക്കാറുണ്ട്. അമ്മയ്ക്ക് മോനെ കുറിച്ചാണ് പറഞ്ഞേക്കും. അമ്മ ബാക്കിയുള്ള ബുക്കുകൾ എടുക്കാതെ ഓടിപ്പോവുകയാണ്. കൊള്ളാം. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടമായി അതാണ്. എന്തൊക്കെ വരച്ചായാലും എനിക്ക് ആ ഒരു കളർ ഉണ്ടല്ലോ. അത് പക്ഷെ ഇത് രണ്ടെണ്ണമാണ്. ഇത് ഓയിൽ, ഇത് വാട്ടർ കളർ, അത് ഓയിൽ പെയിന്റ് അല്ലേ? എന്തുട്ടായാലും അക്രിലിക്, അതാണ് രസം. കുറച്ച് ദിവസം കഴിയുമ്പോ ഗ്രേസും വരക്കിയത പോലെയൊക്കെ. എന്റെ ഒരു നല്ല സൂപ്പറായിട്ട് വരയ്ക്കുന്നുണ്ട്. ഞാനും പണ്ട് ഇതേപോലെയൊക്കെ വരയ്ക്കായിരുന്നു. എന്റെ കലാവാസന അങ്ങനെ ഞാൻ ഇതാക്കിയില്ല. ഞങ്ങളുടെ ഡ്രോയിങ് ടീച്ചർ ഞങ്ങളെ കൊണ്ട് വരപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയുള്ളത്, എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, മൃദുൽ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കൃഷി ഓഫീസറാണ്, വടമേലായിരുന്നു. ഇപ്പൊ വേറെ പഠിക്കാവുന്ന സ്ഥാനം മാറിപ്പോയി. അവനെനിക്ക് ഒരു മരം വരയ്ക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചിരുന്നു. മരവും മലയും, ഈ 2 കാര്യങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഡ്രോയിങ് ടീച്ചർ പഠിപ്പിച്ചതൊന്നുമല്ല, അവനാ കാണിച്ചു തന്ന്. അവൻ നല്ലൊരു പടം വരക്കാരനുണ്ടോ, കുറെ പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ട്. പല ഇതിലും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മരം വരയ്ക്കാറുണ്ടല്ലേ, ഹിന്ദി രസം എന്റെ മരം കാണാൻ. അവൻ പഠിപ്പിച്ചത് ആ മരമാണ് ഇപ്പോഴും എന്റെ മൈൻഡിലുള്ളത്. താങ്ക് യു മൃദുൽ ചന്ദ്രൻ. ഞാൻ വരച്ച് കാണിച്ചതാണ്. ഭയങ്കര സിമ്പിൾ ആണ്. 2 വരയ്ക്കുന്ന ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ മൊത്തം കലാകാരന്മാരാണല്ലോ. ആണോ? ഇവള് മൈലാഞ്ചി ഇടും. മൈലാഞ്ചിയുടെ ഡിസൈൻ നല്ല സൂപ്പറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്ത് പുള്ളി സൂപ്പറായിട്ട് ചെയ്തു. അപ്പൊ അതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവള് കേറിപ്പോരും. അങ്ങനെ എന്റെ കലാവിരുദ്ധ കലാവിരുദ്ധൊന്നുമില്ല, മരം വരച്ച് കാണിക്കാണ്. ഇങ്ങനെ വെറുതെ 2 ഇത് ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും അറിയുന്നെങ്കിൽ, പക്ഷെ എന്റെ ഓർമ്മയിലുള്ളതാന്നുള്ളൂ. ഇതിങ്ങനെ ഇങ്ങനെ 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 നിന്റെ ഇവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ വരയ്ക്കണം. സൂപ്പർ. ഇനി പിന്നില് ഒരു മലയുണ്ടാവും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഫോട്ടോ ഇല്ല. ഇവിടെ സൂര്യൻ ഉണ്ടാവും. കിഴക്ക്. ഓ, ഇത് കളർ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി. ഇത് വരയിൽ വരച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തുണ്ട്. അതായത് സിമ്പിൾ മരം എന്ന് പോണ 1 മീറ്റർ ആണെന്ന് കാണിക്കട്ടെ. മരം ചെറുതായാലും വലുതായാലും അതതിന്റെ ഒരു അതാ മരത്തിന്റെ ശാഖയാണ്. ഇടും മരം നോക്കുന്നു. ഒന്ന് അടുപ്പിച്ച് കാണിക്കേ. കണ്ട ആ മരത്തിന്റെ ആ ഒരു അതൊരു ഭംഗിയാണത്. പല ടൈപ്പില് അവരെ തെങ്ങ് വരയ്ക്കാൻ പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഇങ്ങനെ
അമ്മ നെക്സ്റ്റ് അമ്മയുടെ വരക്കലാട്ടോ. ഓ അമ്മയ്ക്ക് അറിയാം. സിമ്പിളാണ്, പക്ഷെ എന്റെ മൈൻഡിലുള്ളത് തെങ്ങ് സൂപ്പർ എന്തായാലും. അല്ല എന്റെ മൈൻഡിലുള്ള മരത്തിനേക്കാൾ ഇഷ്ടം തെങ്ങ. അവൻ പഠിപ്പിച്ചത് സിമ്പിൾ ആയിട്ട് അവനൊന്ന് കാണിച്ചത് എനിക്ക് ഇപ്പോഴും എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ അവന് നല്ലൊരു ട്രെയിനറിന്റെ ഒരു ട്രെയിനിങ് ഇവര് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. ഇവൻ അതെല്ലാ പുസ്തകം ഇഷ്ടമാണ്. മോഹിരിക്കുന്നത് സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ ചിലപ്പോ പുസ്തകത്തിന് ഓരോ പേജുകൾ അവര് കയ്യിലിരിക്കും. ഡാഡി എവിടെ പുറത്തോടെ പോയേക്കണം തോന്നുന്നു. ഡാഡി പള്ളി പോയേക്കണം അമ്പഴക്കാട്. ഈ റോസ്മേരി എവിടെ പോയപ്പോ? റോസ്മേരി വീട്ടിലേക്ക് പോയേക്കാണ്. അവളുടെ എക്സാം വരാൻ പോകണം. അപ്പൊ അതിന്റെ സ്റ്റഡി ലീവിന് വീട്ടിൽ പോയിരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ദിവസം വീട്ടിലേക്ക് പോയേക്കാണ്. ഇവിടെ ഇരുന്ന് അമ്മ പഠിപ്പിക്കില്ല പറയണത്. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അടുപ്പിച്ച് വീട്ടിൽ നിന്നിട്ടില്ല. അപ്പൊ അവിടെ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാനായിട്ട് പോയേക്കാണ്. കുറെ പേര് ചോദിക്കാറുണ്ട് റോസ്മേരി എന്തിയാ, റോസ്മേരിനെ കണ്ടില്ലല്ലോ മണവാട്ടീനെ. അടുത്ത ശനി ഞായർ വരും, വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം വീഡിയോയിൽ കാണിക്കൂട്ടോ. അപ്പൊ മീൻകളെയും നോക്കി അമ്മ ഇവിടെ എന്തുണ്ടാക്കാൻ പോണേ? ചായ ഒന്നും വേണ്ടായിരുന്നു മീൻ നേരത്ത്. അല്ല വേണ്ട, കുഴപ്പമില്ല. ചായ കുടിച്ചിട്ടാണ് പള്ളിക്ക് പോയത്. ഓ ആ ഉള്ളിലത്തെ ട്യൂബ് വെള്ളത്തിന്റെ വീണ് കിടക്കണം. ഡാഡിയുടെ സെക്ഷനാണല്ലോ, അമ്മ തൊടില്ല. ഇതിന്റെ ഉള്ളില് പാടത്തെ പരലൊക്കെ ഉണ്ട് കേട്ടോ. പരല് പോകണം അതിന്റെ ഉള്ളിൽ കൂടെ കണ്ടോ. പരലിനായാലും അക്കുറയത്തിലിട്ട് ലൈറ്റ് ഇടുമ്പോ എന്തിനു ഭംഗിയാന്ന് നോക്കിയേ. സൂപ്പർ അല്ലേ? ചായയാണോ കാപ്പിയാണോ ഉണ്ടാക്കുന്നത്? ചായ. ഓക്കെ. 11 ആയിരിക്കില്ലല്ലോ, 11ന്റെ അപ്പുറത്ത് എന്തെങ്കിലും കൂടി ഉണ്ടാവും. അതും കൂടി വായിച്ചു നോക്കിട്ട് തന്നെ. 9.5 അങ്ങനെ കൂടി പറയണം. ഗ്രേസോ റോറ കാണിക്കാൻ വിളിക്കുന്നേ. എന്തിനാ 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 സ്പൂൺ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞമ്മ. ഇതിലുണ്ട് അതിട്ട് ഇളക്കണ്ട. ഇതെന്തൊരു ചായപ്പൊടിയാ? ചായപ്പൊടിയോ? സാരിൽ ഇട്ടോ, തിളയ്ക്കാറ് സൈഡിൽ ഇങ്ങനെ തിളച്ച് വന്നോണ്ടിരിക്കാം. 2 3 ഞാൻ തീരുമാനിച്ചാണ്. ഞാൻ ആ ചായയിൽ പൊടിയിട്ട് കൈപ്പൊടി ചായയിൽ കാണാണ്ടാവും. ഞാൻ ടേസ്റ്റ് നോക്കിട്ട് പറയാം. പക്ഷെ വെള്ളം ഒഴിച്ചത് അമ്മയാണെന്നാണ് അതിന്റെ സത്യം. അപ്പൊ ടേസ്റ്റ് നമുക്ക് ഫുൾ പാലിനെടുക്കാൻ പറഞ്ഞു. അപ്പൊ വെള്ളം ഒഴിച്ച് വെള്ളം പെരുന്നാൾ കുർബാന ആയതുകൊണ്ടാ. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള നമ്മള് പോകുമ്പോ കാണിച്ചിട്ടോ. സമ്പാളൂര് പള്ളിയെപ്പോഴും കാണിക്കാറുണ്ടല്ലോ. അവിടെ പെരുന്നാളാണ് അടുത്ത ഞായറാഴ്ച. അപ്പൊ അവിടേക്കാണ് ഡാഡി കുർബാനയ്ക്ക് പോയേക്കണത്. ചായ ചായ എല്ലാവർക്കും മധുരമുള്ളതല്ലേ? അമ്മയ്ക്ക് മധുരം വേണ്ട. ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞ ചായ വേണ്ടായിരുന്നു. ഞങ്ങൾ കുടിച്ചിട്ട് പറഞ്ഞു. എന്തായാലും അമ്മയ്ക്ക് ചേട്ടൻ മധുരമില്ലാത്ത മാറ്റി. ഇതിന്റെ ലൈറ്റ് താഴേക്ക് വീണതാണോ? ആ ചെരിഞ്ഞ കിടക്കണേ. ഓ ചീഴ്സടിക്കേണ്ട സാധനമല്ല, ഈ താഴത്തേക്ക് പോയി. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും കുറ്റം പറയാനില്ല. ഞാൻ കുടിച്ചു നോക്കിട്ട് പറയാം കുറ്റം. എന്റെ പൊന്നെ എന്റെ പൊന്നെ ചേട്ടൻ ചേട്ടൻ. നമ്മുടെ കളറ് മാറുന്ന മാതാവ് ഇപ്പൊ നിക്കുന്നത് ഒരു ഇത് എന്ത് കളറുമ്പോ മനസ്സിലാവണല്ലോ. ബ്ലൂ എവിടെ? ബ്ലൂ കാണാനില്ല. ആണോ? ആ അപ്പൊ അങ്ങനത്തെ ഒരു ഇത് റിഫ്ലക്ഷൻ അടിക്കണേ.
അറിയാൻ പറ്റുന്നില്ല കറക്റ്റ് കളറ്. എന്തായാലും ഇപ്പൊ ആ ഒരു റോസ് കളർ അല്ല, ഒരു മിക്സഡ് ആയിട്ടുള്ള കളറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളിനി പോവാൻ പോവാണ്. ഡാഡി വന്നിട്ടില്ല എപ്പോഴും. അപ്പൊ ഈ ഡാഡിനെ വെയിറ്റ് ചെയ്യണില്ല. അപ്പൊ ഞങ്ങളിനി ഇറങ്ങാണ്. ടാറ്റ പറ സ്റ്റീവ്, ടാറ്റ പറ. പറയടാ ചേട്ടനോട് പറ. ചേട്ടാ ചേട്ടനെവിടെ? No, how to write it. പോണ്ടമ്മ. എനിക്ക് എന്തെങ്കിലും വെക്കാൻ അറിയാമെങ്കിൽ അപ്പൊ എനിക്കും മേടിച്ചു കേട്ടോ. ആ അതാ മുടി കെട്ടിട്ടാ. അതാ മെച്ചൂരിറ്റിക്കാരുടെ ബിഗ് ബോയ്. Happy അമ്മ പോട്ടേട്ടാ. yeah. അപ്പൊ അങ്ങനെ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ പെരുന്നാളാണ്. സംഭാള ഒരു പള്ളിയുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കണ്. ഇപ്പോഴും കുർബാന നടന്നോണ്ടിരിക്കാൻ തോന്നുന്നു. കുർബാന കഴിഞ്ഞു തോന്നുന്നു. ഡാഡി ഇതിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഗ്ലാസ് ഒന്നും താഴ്ത്തായിരുന്നു ചേട്ടാ. അമ്മയുടെ മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു, അത് മാത്രം വിട്ടുപോയി ഇങ്ങോട്ട് വന്നപ്പോ. അപ്പൊ മഴയാണെങ്കിൽ തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഇനി അമ്മയുടെ മരുന്ന് മേടിക്കാനായിട്ട് പോവാണ്. അപ്പൊ മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ. കാരണം ഇന്നിഞ്ഞ് പോയിട്ട് വരുമ്പോ ഭയങ്കര ലേറ്റ് ആവും. ഗ്രേസിന് മഴയത്തേക്കൂടെ വരാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ രണ്ടുപേരും ആഗ്രഹത്തിൽ നിൽക്കണേ കണ്ട. രണ്ടുപേരിങ്ങനെ വരാനായിട്ട് സ്റ്റീവിനോട് കണ്ടട്ടെ. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ. ഹെൽമെറ്റ് എടുക്കാനായിരിക്കും. ബൈ ബൈ. അപ്പനെ വിളിച്ച അകത്തേക്ക് പോയിണ്ട്. ഇതിനാണാവോ പൊളിക്കാൻ വേണ്ടി പോയേക്കെന്തോന്നാണ്. നല്ല മഴ വരാൻ പോണ്ടെന്നാണ്. അപ്പക്ക് ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുത്തേ. അങ്ങനെ കാണിക്കാൻ പേടിപ്പിക്കാൻ. പേടിപ്പിച്ചിട്ട് ഓടാൻ വേണ്ടിയായിരുന്നു, വരാൻ വേണ്ടിയില്ലായിരുന്നു. ഓക്കെ ചേച്ചി 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 കൊച്ചിന്റെ കൂടെ കളിക്കിച്ചല്ലേ. ബൈ കാണി. ബാ ബൈ പറ. ഒരു റോറ് കാണിച്ചിട്ട് പോകപ്പേ. ഒരു റോറ് കാണിച്ചിട്ട് പോ. അപ്പൊ ഇപ്പൊ വരൂടാ. അപ്പൊ മരുന്ന് മേടിക്കാൻ പോയിക്കാ. അമ്മാമ്മക്ക് ടാറ്റ കൊടുക്ക്. വാ പോവാത്തേക്ക് പോവാ. ഗ്രേസ് അമ്മയുടെ ഷോൾ എടുത്ത് വെച്ചേ. ഷോൾ എടുത്ത് വെച്ചേ.